ഹായ് മക്കളെ, എന്തൊക്കെയുണ്ട്? കുറച്ചായില്ലേ കണ്ടിട്ട്. 1-2 ദിവസങ്ങൾക്ക് മുമ്പേ ഞാനൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു സെയിം വീഡിയോ 9ാം ക്ലാസ്സിലെ കുട്ടികൾക്കും 10ാം ക്ലാസ്സിലെ കുട്ടികൾക്കും അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഞാനതിൽ കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് കമൻറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ കമൻറ്റ് ചെയ്തതിൽ 2 ചാനലിലും ഒരേ രീതിയിലുള്ള പ്രശ്നങ്ങളാണ് ഏറ്റവും കൂടുതൽ കുട്ടികൾക്ക് ഉള്ളത് എന്ന് മനസ്സിലാക്കാൻ സാധിച്ചു. ആ കമൻറ്റുകൾ എന്തൊക്കെയാണ് ജസ്റ്റ് ഒന്ന് വായിച്ചു തരാം. അതിൽ ഇപ്പോൾ 9ാം ക്ലാസ്സിലെ കുട്ടികൾ ഏറ്റവും കൂടുതൽ പറഞ്ഞ കാര്യം എന്താണെന്ന് വെച്ചാൽ, ക്ലാസ് എടുക്കുമ്പോൾ മനസ്സിലാകും, പരീക്ഷയ്ക്ക് ഇരിക്കുമ്പോൾ ഒന്നും എഴുതാൻ കിട്ടുന്നില്ല. അതിനാണ് ഏറ്റവും കൂടുതൽ കുട്ടികൾ ലൈക്ക് അടിച്ചൊരു കാര്യം. രണ്ടാമത് 10ാം ക്ലാസ്സിൻ്റെ ചാനലിൽ പോകുന്ന സമയത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ പോയി നോക്കാം. സാർ ക്ലാസ്സിലെല്ലാം മനസ്സിലാവും, ബട്ട് ചില പ്രോബ്ലം ചെയ്യുമ്പോൾ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ചുരുക്കി പറഞ്ഞാൽ 2 പ്രശ്നവും സെയിം ആണ്. ഇത് മാത്രമല്ല, മറ്റനേകം പ്രശ്നങ്ങൾ കമൻറ്റ് ചെയ്ത കുട്ടികളുണ്ട്. പ്രിയപ്പെട്ട മക്കളെ, എന്താണ് ഇതിന് പരിഹാരം? അതായത് ക്ലാസ്സിൽ ടീച്ചർ എടുക്കുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മുടെ ആപ്പിലൊക്കെ കാണുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, എന്നാൽ പരീക്ഷയ്ക്ക് വരുന്ന സമയത്ത് എങ്ങനെ ചെയ്യണമെന്ന് അറിയില്ല. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണെന്നറിയോ? ടെൻഷനാണ്. അതായത് നമുക്ക് പരീക്ഷനെ പേടിയാണ്. എന്തിനാണ് നമ്മൾ പരീക്ഷനെ പേടിക്കുന്നത്? നിങ്ങൾക്ക് ഫുൾ മാർക്ക് കിട്ടിയെങ്കിൽ മാത്രമേ നിങ്ങൾ വിജയിക്കുന്ന ഒരു ചിന്തയാണ്, നമ്മുടെ ഓവർ എക്സ്പെക്റ്റേഷനാണ്. എപ്പോഴും ഞാൻ പറയുന്നൊരു കാര്യം, നിങ്ങൾ ലൈഫിലൊരു കാര്യം ആലോചിച്ച് നോക്കാം. നമുക്ക് ഒരാൾ, നമ്മളെ ഗൾഫിൽ നിന്ന് ഒരാൾ വരികയെന്ന് വിചാരിക്കുക, വെറുതെ, അല്ലെങ്കിൽ വിദേശത്തു നിന്ന് ഒരാൾ വരികയാണ്, നമ്മുടെ പ്രിയപ്പെട്ട ഒരാളാണ്. ആ ആൾ വരുന്ന സമയത്ത് നമുക്ക് ഒരുപാട് സാധനങ്ങൾ കൊണ്ടുവരുമെന്ന് നമ്മൾ അങ്ങ് വിചാരിക്കുകയാണ്. അങ്ങനെ അയാൾ വീട്ടിലെത്തി നോക്കുന്ന സമയത്ത് നമുക്ക് നമ്മൾ വിചാരിച്ച സാധനങ്ങളൊന്നും കിട്ടിയില്ല. ഓട്ടോമാറ്റിക്കലി നമ്മുടെ ഉള്ളിൽ സങ്കടം ഉണ്ടാവും, ഒരു എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടാവും. സത്യമല്ലേ? അതേ സമയത്ത് നമ്മളൊന്നും പ്രതീക്ഷിക്കുന്നില്ല, നമുക്കൊരാൾ വരുന്നുണ്ട്, നമുക്കൊന്നും കിട്ടുന്നൊന്നും പ്രതീക്ഷിക്കുന്നില്ല. അവർ നമ്മളറിയാതെ കുറേ ഗിഫ്റ്റുകൾ തരികയാണ്. അപ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ഹാപ്പിനെസ് ഉണ്ട്, സന്തോഷമുണ്ട്. സത്യമല്ലേ ഞാൻ പറയുന്നത്? ഇത് തന്നെയാണ് നമ്മൾ എപ്പോഴും ചിന്തിക്കേണ്ടത്. ഒന്നാമത്തെ കാര്യം, നമ്മൾ ഒരുപാട് മാർക്കൊന്നും പ്രതീക്ഷിക്കേണ്ട. നമ്മൾ ഫുൾ മാർക്ക് നേടാൻ പറ്റും, അല്ലെങ്കിൽ ഫുൾ A+ നേടാൻ പറ്റും എന്ന് പ്രതീക്ഷിക്കേണ്ട. പക്ഷേ നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യണം. അത് ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ പ്രതീക്ഷ കുറച്ച് മാറ്റി വെച്ചിട്ട് അതിനുവേണ്ടി മാക്സിമം ഹാർഡ് വർക്ക് ചെയ്യുക. അപ്പോൾ ഉറപ്പായിട്ടും നിങ്ങൾ ഇപ്പോൾ ഫുൾ A+ പ്രതീക്ഷിച്ചു, അല്ലെങ്കിൽ ഫുൾ മാർക്ക് പ്രതീക്ഷിച്ചു, എന്നിട്ട് എനിക്കത് കിട്ടിയില്ല, അപ്പോൾ ടെൻഷനാണ്. അതേ സമയത്ത് നമ്മൾ അതൊന്നും പ്രതീക്ഷിക്കാതെ അതിനുവേണ്ടി മാക്സിമം എഫേർട്ട് എടുത്ത് നമ്മൾ കൊണ്ടാകുന്നത്രയും പഠിച്ചു, അങ്ങനെ ആകുമ്പോൾ കിട്ടുകയാണെങ്കിൽ ഭയങ്കര സന്തോഷമാണ്. ഒരു മാർക്ക് ഇമ്പ്രൂവ് ആയി കിട്ടുകയാണെങ്കിൽ അത് ഭയങ്കര സന്തോഷമാണ്. എപ്പോഴും നിങ്ങൾ ഈ ഫുൾ മാർക്ക് നേടണം, ഫുൾ A+ നേടണം എന്ന് പ്രതീക്ഷിക്കുന്നതിനപ്പുറം എനിക്ക് എൻ്റെ പഠനത്തിൽ ഒരുപാട് ഇമ്പ്രൂവ്മെൻറ്റ് നേടണം എന്ന് പ്രതീക്ഷിക്കുക. അതിനുവേണ്ടി മാക്സിമം എഫേർട്ട് എടുക്കുക. നമ്മുടെ തുടങ്ങിയിട്ടുള്ളടാ, ഇതിപ്പോൾ ഓണം എക്സാം കഴിഞ്ഞിട്ടല്ലേ ഉള്ളൂ. നമുക്കിനി ഫുൾ മാർക്ക് നേടണമെന്ന ലക്ഷ്യം എവിടെ വരേണ്ടത് അറിയോ? ക്രിസ്മസ് എക്സാം കഴിഞ്ഞ് നമ്മുടെ ഒരു മോഡൽ എക്സാം ഉള്ളത്, 9ാം ക്ലാസ്സുകാർക്ക് മോഡൽ എക്സാം ഉണ്ടാവില്ല. ഒരു ക്രിസ്മസ് എക്സാം കഴിഞ്ഞതിന് ശേഷം നമുക്ക് എന്താക്കാം? ഫുൾ A+ നേടണം, അല്ലെങ്കിൽ ഫുൾ മാർക്ക് നേടണം എന്ന ലക്ഷ്യത്തിലേക്ക് കൊണ്ടുവരാം. പക്ഷേ നമ്മുടെ അൾട്ടിമേറ്റ് എന്തായിരിക്കണം? നമ്മൾ അതിനു വേണ്ടി ഹാർഡ് വർക്ക് ചെയ്യുന്ന കുട്ടികളായിരിക്കണം. അപ്പോൾ ഈ ഒരു പ്രശ്നങ്ങൾക്കൊക്കെ മെയിൻ റീസൺ എന്താണ്? ടെൻഷനാണ്. നമ്മുടെ ടെൻഷൻ എന്താണ്? എനിക്ക് ഫുൾ A+ കിട്ടണം, ഫുൾ മാർക്ക് കിട്ടണം. അതാണ് മെയിനായിട്ട് നമ്മുടെ ടെൻഷൻ. അപ്പോൾ ആ ടെൻഷൻ താൽക്കാലികമായിട്ട് മാറ്റി വെക്കുക. പക്ഷേ ഒരു കാരണവശാലും നിങ്ങൾ മാറ്റാൻ പാടില്ലാത്ത കുറച്ച് കാര്യമുണ്ട്. ഹാർഡ് വർക്കാണ്. ഞാൻ ഒരു ആവറേജ് സ്റ്റുഡൻറ്റാണ്. അതായത് ഒരു സാധാരണ നമ്മളൊരു ടീച്ചർ ക്ലാസ് എടുക്കുന്ന സമയത്ത് ഒരു തവണ പറഞ്ഞാൽ ചിലപ്പോൾ എനിക്ക് മനസ്സിലാവില്ല. അപ്പോൾ ഞാൻ 2-3 തവണ കേൾക്കേണ്ടി വരും എനിക്കൊരു കോൺസെപ്റ്റ് പഠിക്കണമെങ്കിൽ. പക്ഷേ നമ്മളൊരു ഓഫ്ലൈൻ ക്ലാസ്സിൽ ഇപ്പോൾ ഒരു ടീച്ചർ ക്ലാസ് എടുക്കുകയാണ്, ഒരിക്കലും ടീച്ചർ 2-3 തവണ ഒന്നും എക്സ്പ്ലെയിൻ ചെയ്യണമെന്നില്ല. അത് എനിക്ക് മനസ്സിലാകാത്ത ടോപ്പിക്ക്. അതേസമയത്ത് ഒരു പഠിപ്പിയാണ്, അല്ലെ ഡൗട്ട് ചോദിക്കുകയാണ്, ഒരു പഠിക്കുന്ന ഒരു കുട്ടി ഡൗട്ട് ചോദിച്ചു ടീച്ചറോട്. അപ്പോൾ ടീച്ചർ ഓട്ടോമാറ്റിക്കലി എന്താക്കുന്നു? ആ ഡൗട്ട് ക്ലിയർ ചെയ്യുന്നു. പക്ഷേ നമുക്ക് ആ ധൈര്യമില്ല. ഡൗട്ട് ചോദിച്ചാൽ അത് പൊട്ടത്തിലാകുമെന്നുള്ള പേടി, അല്ലേ? അങ്ങനെ കുറേ ഫാക്ടറുകൾ നമ്മുടെ ഉള്ളിൽ. ഞാൻ ഈ പറയുന്നതൊക്കെ കറക്റ്റ് നിങ്ങളാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ഈ പ്രശ്നങ്ങളൊക്കെ നിങ്ങളും സിമിലർ ആണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ. അത് പൊതുവേ എല്ലാവരുടെയും പ്രശ്നം, ഒരു ആവറേജ് സ്റ്റുഡൻ്റ് ആയിട്ടുള്ള, അല്ലെങ്കിൽ ഒരു എബോ ആവറേജ് സ്റ്റുഡൻ്റ് ആയിട്ടുള്ള കുട്ടികളുടെ വരെ പ്രശ്നങ്ങളാണ് ഞാൻ ഈ പറയുന്നത്. അപ്പോൾ അതിൻ്റെ പരിഹാരം എന്താണ്? നമ്മളെ കൊണ്ടാവുന്ന അത്രയും നമ്മൾ പഠിക്കുക. ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ മെയിനായിട്ടുള്ള ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് അറിയാം? നിങ്ങൾക്കുള്ള ക്ലാസ്സുകളൊക്കെ നിങ്ങൾക്ക് 2, 3, 4, 5 തവണ കേൾക്കാൻ പറ്റുന്നതാണ്. എപ്പോഴും പരിശ്രമിച്ച ആളുകൾ മാത്രമേ വിജയിച്ചിട്ടുള്ളൂ. അത് നിങ്ങൾ ഓർത്ത് വെക്കുക. നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുന്ന കുട്ടികൾ, അവർ മാത്രമേ വിജയിച്ചിട്ടുള്ളൂ. അപ്പോൾ നമുക്കൊരു സബ്ജക്റ്റ് വീക്കാണ് എങ്കിൽ, അല്ലെങ്കിൽ നമുക്കൊരു സബ്ജക്റ്റിനോട് വാശിയുണ്ട്, ആ സബ്ജക്റ്റ് എന്ത് വില കൊടുത്ത് എനിക്ക് നേടിയെടുക്കണം എന്നൊരു വാശിയുണ്ട് എങ്കിൽ അത് ഒരു പോസിറ്റീവാണ്. ഇപ്പോൾ മാത്സ് എന്ന് പറയുന്ന സബ്ജക്റ്റാണ് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ പേടിയെങ്കിൽ നിങ്ങൾ അതിന് വേണ്ടി ഏറ്റവും കൂടുതൽ സമയം കണ്ടെത്തണം. അത് സാധാരണ പഠിക്കുന്നത് പോലെയല്ല. നമ്മൾ പ്രത്യേകിച്ച് ടൈം നിശ്ചയിച്ച്, അതായത് ഇന്ന് എനിക്ക് 6 മണിക്കൂർ പഠിക്കണം, അങ്ങനെ ഒരു പോസിറ്റീവ് സാധനമാണ്. അതായത് അതിന് പകരം എന്ത് ചെയ്യുക? എന്താ പറയുക, കുറച്ച് സമയം മാത്രം പഠിച്ചുകൊണ്ട് അവിടെ ഇവിടെയൊക്കെ തൊട്ടുകൊണ്ട് പഠിക്കുക, ആരെയോ ബോധിപ്പിക്കാൻ വേണ്ടി പഠിക്കുക. അതൊരു നെഗറ്റീവ് കാര്യമാണ്. ഇപ്പോൾ ടീച്ചേഴ്സ് പറഞ്ഞതുകൊണ്ട് മാത്രം പഠിക്കുക, അങ്ങനെയല്ല നമ്മളാവേണ്ടത്. നമ്മൾ വിചാരിച്ച് നമുക്ക് പഠിക്കാൻ പറ്റണം. ഞാൻ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞൊരു കാര്യമുണ്ട്, എൻജോയ് ദ ജേണി നോട്ട് ദ ഡെസ്റ്റിനേഷൻ. ഫുൾ A+ വാങ്ങണം എന്നുള്ളതാണ് നമ്മുടെ അൾട്ടിമേറ്റ് എയിം. നമ്മളെ ഡെസ്റ്റിനേഷൻ എന്താണ്? ഫുൾ A+ വാങ്ങണം, ഫുൾ മാർക്ക് വാങ്ങണം എന്നുള്ളതാണ്. പക്ഷെ അതല്ല നമ്മൾ എൻജോയ് ചെയ്യേണ്ടത്. നമ്മൾ എൻജോയ് ചെയ്യേണ്ടതാണ് ആ ഫുൾ A+ നേടാൻ വേണ്ടി നമ്മൾ എടുക്കുന്ന എഫേർട്ട്, നമ്മൾ എടുക്കുന്ന പണി ഉണ്ടല്ലോ,
അത് രാത്രികളിൽ ഇരുന്ന് പഠിക്കുക, ഇൻട്രസ്റ്റോട് കൂടി പഠിക്കുക. നിങ്ങൾക്ക് ഏതൊരു ടഫായിട്ടുള്ള ടോപ്പിക് ഉണ്ടെങ്കിൽ അത് ഇൻട്രസ്റ്റ് ആവുന്ന രീതിയിൽ നിങ്ങൾ പഠിക്കാൻ ശ്രമിക്കുക. ഒരുപാട് പഠിച്ചിട്ട് മനസ്സിലാകാത്ത കാര്യം നിങ്ങൾ സ്കിപ്പ് ചെയ്യുക. എന്നിട്ട് സ്കൂളിൽ പോയിട്ടോ ടീച്ചറോടോ ചോദിച്ച് മനസ്സിലാക്കുക. ഒരു മടി കാണിക്കണ്ടടാ, ഒരു മടി കാണിക്കണം. ഞാൻ ക്ലാസ് റൂമുകളിൽ പോകുന്ന സമയത്ത് കുട്ടികളോട് പറയുന്നൊരു കാര്യമുണ്ട്, ആ കുട്ടികൾ ഹോംവർക്ക് ചെയ്ത് വന്നിട്ടില്ലെങ്കിൽ ഞാൻ ഒരിക്കലും ചീത്ത പറയില്ല. കണ്ടീഷൻ എന്താണ്? ആ കുട്ടി ഹോംവർക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചു, ഉത്തരം തെറ്റി, അങ്ങനെയാണ് ഞാൻ ഒരിക്കലും അവർ ചീത്ത പറയില്ല. കാരണം അവരത് ശ്രമിച്ചിട്ടുണ്ട്, അവർ വിജയിച്ചവരാണ്. എന്നാൽ മറ്റുള്ള ഒരാൾ കോപ്പി അടിച്ചുകൊണ്ട് ആ ആൻസറൊക്കെ കറക്റ്റാക്കി വന്ന ഒരാൾ, ആ കോപ്പി എനിക്ക് പിടിക്കാൻ പറ്റും, മറ്റൊരാൾ നോക്കി ചെയ്താണ് എനിക്ക് കറക്റ്റ് മനസ്സിലാക്കുന്നത്, അവർ ഞാൻ ചീത്ത പറയും, അടിക്കുകയൊക്കെ ചെയ്യും. കാരണം എനിക്ക് കിട്ടേണ്ടത് ആ കോപ്പി സാധനമല്ല. ഒരു കുട്ടി ശ്രമിച്ചിട്ടുണ്ടോ ഇല്ല എന്നത് മാത്രമേ എനിക്ക് അറിയേണ്ടതുള്ളൂ. അതാണ് ഏറ്റവും വലിയ വിജയം എന്ന് പറയുന്നത്. നമ്മുടെ ലൈഫിൽ നമ്മൾ നേരിടേണ്ട അല്ലെങ്കിൽ നമ്മൾ നേടിയെടുക്കേണ്ട ഏറ്റവും വലിയ എന്താ അറിയോ, നമ്മൾ കൊണ്ടാവുന്ന അത്രയും നമുക്ക് ശ്രമിക്കാൻ പറ്റുക എന്നത് തന്നെയാണ്. ബാക്കിയുള്ളത് സെക്കൻഡറി ആണ്. അപ്പോൾ മാർക്ക് നമുക്ക് ഫൈനൽ എക്സാം ആകുമ്പോൾ നമ്മൾ അതിനുള്ള മോട്ടിവേഷനൊക്കെ നിങ്ങൾ തരും. ഫുൾ A+ നേടാനും ഫുൾ മാർക്ക് നേടാനൊക്കെ മോട്ടിവേഷൻ നമ്മൾ തരും. ഒരു പേടിയും പേടിക്കേണ്ട. അപ്പോൾ നിങ്ങളോട് ഇപ്പോൾ പറയാനുള്ളത്, ഈ ദിവസങ്ങൾ ക്രിസ്മസ് എക്സാമിന് നിങ്ങൾ മനസ്സിൽ അല്ലെങ്കിൽ കയ്യിൽ എണ്ണിക്കോളൂ. ഏകദേശം 60-70 ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. ഈ ഒരു 70 ദിവസം നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്ത് പഠിക്കുകയാണെങ്കിൽ എത്ര പിടികിട്ടാ പുള്ളിയായിട്ടുള്ള എത്ര മാർക്ക് കുറഞ്ഞാലും നിങ്ങൾക്ക് എന്താക്കാൻ പറ്റും, അതിനെ ക്രാക്ക് ചെയ്യാൻ പറ്റും. പിന്നെ പകുതി എത്തുമ്പോൾ സ്റ്റെക്കാവുന്ന കുറേ ആൾക്കാരുണ്ട്. എത്ര പഠിച്ചിട്ടും, അതായത് പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് പഠിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ എക്സാം ഹോളിൽ എത്തുന്ന സമയത്ത് എഴുതാൻ പറ്റാത്ത ആളുകളോടൊക്കെ എനിക്ക് പറയാനുള്ളത്, നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ പാറ്റേൺ ഉണ്ട്. പൊതുവെ ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വരെ എങ്ങനെയാണ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ ബേസ് ചെയ്തുകൊണ്ടാണ്. അതായത് മാത്സ് പഠിക്കാനുള്ള ഏറ്റവും നല്ല വഴി വായിച്ച് പഠിക്കുന്നതല്ല, എഴുതി പഠിക്കുക. എന്താ എഴുതി പഠിക്കേണ്ടത്? ക്വസ്റ്റ്യൻസ് ആണ് എഴുതി പഠിക്കേണ്ടത്. നിങ്ങൾ കുറേ ഡെഫിനിഷൻ കാര്യങ്ങളും ഇങ്ങനെ ബൈ ഹാർട്ട് ചെയ്തിട്ട് കാര്യമില്ല. നിങ്ങൾ ക്വസ്റ്റ്യൻസ് എന്താക്കുക, എഴുതി 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 പഠിക്കുക. നമ്മൾ ഒരു തവണ പഠിച്ച ക്വസ്റ്റ്യൻ പോലും നമ്മൾ 2-3 തവണ ഒരാഴ്ചൻ്റെ ഉള്ളിൽ നമ്മൾ ചെയ്ത് പഠിക്കണം, അല്ലെങ്കിൽ ഒരു മാസത്തിനുള്ളിൽ 2-3 തവണ നമ്മൾ എഴുതി പഠിക്കണം. ആകെ കുറച്ച് ചാപ്റ്റേഴ്സ് അല്ലേ പഠിക്കാനുള്ളൂ. ഇപ്പോൾ 9ാം ക്ലാസ്സിലെ കുട്ടികൾക്ക് കുറച്ചധികം ചാപ്റ്റർ പഠിക്കാണ്ടെങ്കിലും 10ാം ക്ലാസ്സിലെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം 11 ചാപ്റ്റേഴ്സേ ഉള്ളൂ. അപ്പോൾ പിന്നെ 9ാം ക്ലാസ്സിലെ കുട്ടികളാണെങ്കിൽ കുറേ കുഞ്ഞു ചാപ്റ്ററുകൾ വരുന്നുണ്ട്. അപ്പോൾ ഏത് തന്നെയാണെങ്കിലും നിങ്ങൾ എഴുതി പഠിക്കുക. പിന്നെ നിങ്ങളോട് പറയാനുള്ളത്, ഫുൾ A+ കിട്ടാനും ഫുൾ മാർക്ക് കിട്ടാനും നമ്മൾ ടെക്സ്റ്റ് ബുക്കുകൾ മുഴുവൻ ചാപ്റ്റർ പഠിക്കണം എന്നൊന്നുമില്ല. അതൊക്കെ നിങ്ങൾക്ക് ചാപ്റ്റർ മുഴുവൻ എടുത്തു കഴിഞ്ഞിട്ട് ബാക്കി കാര്യങ്ങൾ പറയാം. കാരണം ഒരുപാട് സന്തോഷിക്കാൻ പറ്റുന്ന കുറേ കാര്യങ്ങൾ, കുറേ ടിപ്പുകൾ, കുറേ ട്രിക്കുകളൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു തരാനുണ്ട് കേട്ടോ. അപ്പോൾ ഇപ്പോൾ നിങ്ങളൊരു ടെൻഷനും വേണ്ട. ഇപ്പോൾ നമ്മുടെ ടെൻഷന് ഒക്കെ മാറ്റി വെച്ചിട്ട് നിങ്ങളുടെ മനസ്സിലുള്ള ഫോക്കസ് എന്തായിരിക്കണം, ഞാൻ എന്നെക്കൊണ്ടാവുന്ന അത്രയും എഫേർട്ട് എടുത്ത് എഴുതി പഠിക്കും. ഇത്ര പഠിച്ചാൽ മതി. ഓക്കെ ആണല്ലോ? നിങ്ങൾക്ക് എല്ലാ ക്ലാസ്സുകളും നമ്മുടെ യൂട്യൂബുകളിൽ അവൈലബിൾ ആണ്. ഇനി അതൊന്നും പോരാ, യൂട്യൂബിലുള്ള ക്ലാസ്സുകളൊന്നും അല്ലാത്ത ആളുകൾക്ക് ധൈര്യമായിട്ട് താഴെ നമ്പറിൽ വിളിച്ചുകൊണ്ട് ആപ്പിൽ ജോയിൻ ചെയ്യുക. അത് സ്ട്രക്ചർഡ് ആയിട്ടുള്ള ക്ലാസ്സുകളാണ്. അപ്പോൾ ഞാനതിൽ പ്രൊമോഷനായിട്ട് പറഞ്ഞതല്ല, പക്ഷേ അങ്ങനെ സ്ട്രക്ചർഡ് ആയിട്ടുള്ള ക്ലാസ്സുകളൊക്കെ കിട്ടണമെങ്കിൽ നിങ്ങൾക്കുള്ളൊരു ഓപ്ഷൻ പറഞ്ഞതാണ്. സോ ഈ വീഡിയോ നിങ്ങളുടെ എല്ലാ ഫ്രണ്ട്സിനും അയച്ചു, ടെൻഷനൊക്കെ ഉള്ള ഒരുപാട് ആളുകൾക്ക് അയച്ചു കൊടുക്കുക. ടെൻഷൻ ഫ്രീ ആയിട്ടുണ്ടോ നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഇറ്റ്സ് മീ ഷാഹിദ് റംസാ, ബൈ.